നിങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിമിനെതിരെ, നിങ്ങൾ BJP വിമർശിച്ചാൽ ഹിന്ദുവിനെതിരെ, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിമിനെതിരെ. ഈ ഒരു വ്യാഖ്യാനം വളരെ ശക്തമായി കൊണ്ടുവരുന്നു. ആരാധനാലയങ്ങളിലെല്ലാം പഴയ സ്വഭാവം ഉള്ളത്. പണ്ട് പോകുന്നത് ദീപാരാധന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കാനൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ ചിത്രം മാറുന്നത്. ചിലർ രാവിലെ പോയാൽ രാത്രി വരുന്നു. പ്രാതലോടെ ഉണ്ടോ, ഉച്ചവർഷം ഉണ്ടോ, പ്രഭാഷണം വൈകിട്ടുണ്ടോ, ആഴ്ചയിലോ മാസത്തിലോ തീർത്ഥാടന യാത്രയുണ്ടോ, അവരെല്ലാം സീരിയൽ ഉണ്ടോ, ടെലിവിഷൻ ഉണ്ടോ, അതിലൂടെ എല്ലാം ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന് അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം നല്ല രീതിയിൽ സ്നേഹത്തോടെ വളരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വരുന്നു. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ അന്ന് പഠിപ്പിച്ച പാഠങ്ങൾ മുസ്ലിമിനെ ശത്രുവായി കാണുന്ന ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം മുസ്ലിം ഇന്ത്യയിൽ തന്നെ ജനിച്ച് ഇന്ത്യയിൽ തന്നെ വളർന്നവരാണെങ്കിലും മുസ്ലിമാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ വിദ്വേഷപട്ടമുണ്ടാക്കി. വർഗീയത എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, വിശ്വാസവും വർഗീയതയും എങ്ങനെ നിൽക്കുന്നു, ഇതാണ് എന്റെ അടുത്ത പോയിന്റ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചു, മതവിശ്വാസത്തിന്റെ കടുത്ത ശത്രുവാണ് യഥാർത്ഥത്തിൽ വർഗീയത. പക്ഷെ മതത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ് മതത്തെ മുഖംമൂടിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ മതത്തെ എല്ലാവരും ഉപയോഗിക്കും. അതിന് വളരെ സമർത്ഥമായ എല്ലാ ഉപകരണങ്ങളെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നവഫാസിസത്തെ കുറിച്ച് ആദ്യ ഭാഗത്ത് വിശദീകരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അടിച്ചമർത്തിക്കൊണ്ട് മാത്രമല്ല ഇവർ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ. ഹെജിമണി, ഗ്രാംഷി വായിച്ചെടുത്ത ഹെജിമണി എങ്ങനെയാണ് ഈ അധീശത്വം നിലനിർത്തുന്നത്? ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റായ ലൂയിസ് അൽത്തൂസർ ഈ ആധിപത്യം നിലനിർത്തുന്നതിന് രണ്ടു തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ലെനിന്റെ ഭരണകൂട കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചുകൊണ്ടാണ് അൽത്തൂസർ ആ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് OS, മറ്റൊന്ന് IS, ഒപ്രസിംഗ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണങ്ങൾ. രണ്ട് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപകരണങ്ങൾ. അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണം കോടതി, പോലീസ്, പട്ടാളം, ജയിൽ, നീതിന്യായ വ്യവസ്ഥ, സർക്കാർ, ഇതെല്ലാം അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണങ്ങളാണ്, ഒപ്രസീവാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ അടിച്ചമർത്തുന്നുണ്ടെന്ന്. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, വിദ്യാഭ്യാസം, മാധ്യമം, ഇതെല്ലാം തന്നെ ട്രേഡ് യൂണിയനുകൾ, ഭരണവർഗ ട്രേഡ് യൂണിയനുകൾ അത് ദിവസം പറയുന്നുണ്ട്. ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു ബോധം രൂപപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസം ഭാവി തലമുറയെ വാർത്തെടുക്കുക, വാർപ്പിനകത്താണ്. ആ വാർപ്പ് ഈ സമ്മതത്തിന്റെ വാർപ്പാണ്. അതേപോലെ തന്നെ മാധ്യമം, ഇപ്പോഴത്തെ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രത്യയശാസ്ത്ര ഉപകരണം മാധ്യമവും, അതിൽ സാമൂഹ്യ മാധ്യമവും ദൃശ്യമാധ്യമങ്ങളുമാണ് ഇപ്പോഴത്തെ. അവരാണ് ഈ ഹെജിമണി ഒരു പ്രധാനപ്പെട്ട ഒന്നായി നിലനിർത്തുന്നത്. ഇതിനെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ BJPക്ക് ഇന്ത്യൻ ഭരണത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ, ഇപ്പോഴത്തെ ഈ തുടർച്ചയായ ഭരണമൊന്നുമല്ല, 10 ദിവസങ്ങളുടേതാകാം, മാസങ്ങളുടേതാകാം, എപ്പോഴൊക്കെ BJP ഇന്ത്യയുടെ ഭരണത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കൾച്ചർ, എഡ്യൂക്കേഷൻ, പിന്നെ HRDA, ഈ വകുപ്പുകൾ BJP തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഹെജിമണി, ഗ്രാംഷിയെ നമ്മളാണ് പഠിപ്പിക്കുന്നതെങ്കിലും ശരിക്കും മനസ്സിലാക്കി പ്രയോഗിക്കുന്നത് അവരാണ് കണ്ടോളൂ. പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട് സെക്രട്ടറിയുടെ ഒരു ശ്രദ്ധേയമായ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അണ്ണാമലെ പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2500 സംഘടനകളുണ്ട് RSSന്, ഇത് 2501 കൂട്ടിയാൽ മതി. ഈ 2500 പോകാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ്. ഇപ്പൊ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്ന് ഔട്ട്ലുക്ക് മാഗസിൻ, ഇപ്പൊ ഒരു ഡിജിറ്റൽ ഫോം മാത്രമേ, ആ മാഗസിനാണ് അന്ന് എങ്ങനെയാണ് സംഘം RSS പ്രവർത്തിക്കുന്നത്, എന്തെല്ലാം ഉപകരണം. അപ്പൊ നമ്മളത് ഞെട്ടിപ്പോയതെന്താണ്? വനവാസി കല്യാൺ പരിഷത്ത്, പൂർവ്വസേനാ സേവക പരിഷത്ത്, അഖില വിദ്യാർത്ഥി പരിഷത്ത്, ഇങ്ങനെ എല്ലാ മേഖലയിലും എത്ര കൈകളുണ്ട്, എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇത് അന്ന് 10-30 കൊല്ലം മുമ്പ് ഔട്ട്ലുക്ക് ഈ RSSന്റെ ഈ രൂപങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. ഇപ്പൊ അത് ഒന്നുകൂടി വിപുലപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉപകരണം കൾച്ചർ പ്രധാനമാണ്.
സാംസ്കാരികമായ മണ്ഡലത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഒരു ബോധ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കുണ്ട്. ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്, അദ്ദേഹം മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം നല്ല രീതിയിൽ സ്നേഹത്തോടെ വളരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വരുന്നു. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ അന്ന് പഠിപ്പിച്ച പാഠങ്ങൾ മുസ്ലിമിനെ ശത്രുവായി കാണുന്ന ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം മുസ്ലിം ഇന്ത്യയിൽ തന്നെ ജനിച്ച് ഇന്ത്യയിൽ തന്നെ വളർന്നവരാണെങ്കിലും മുസ്ലിമാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ വിദ്വേഷപരമുണ്ടാക്കി. അവരെല്ലാം ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തത് ഇവിടെ തന്നെയാണ്. പക്ഷെ മുസ്ലിം ആയിപ്പോയി എന്നതുകൊണ്ട് അത് വിദ്വേഷപരമായി. ഇങ്ങനെയുള്ള ആഖ്യായികൾ, സിനിമകൾ, സീരിയലുകൾ, രാമായണം, മഹാഭാരതം, മലയാളത്തിലെ സിനിമകൾ എല്ലായിടത്തും ഇതുവഴി രൂപം കൊള്ളുന്നു. മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അതാണല്ലോ നമ്മുടെ തിരുത്തുന്നുള്ള NS മാധവന്റെ തർക്ക മന്ദിരം എന്നാണ് അത് വെട്ടിട്ടാണ് ബാബറി മസ്ജിദ്. തർക്ക മന്ദിരം നിങ്ങൾ എഴുതിയാൽ തർക്കമുള്ളതാണ്. തകർക്കപ്പെടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തർക്കമുണ്ടല്ലോ, തർക്കത്തിൽ ചിലപ്പോൾ തകർന്നേക്കാം. അപ്പൊ നിങ്ങൾ തുടർച്ചയായി തർക്കമന്ദിരം എന്ന് വായിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനം, പള്ളിയാകാം, വേറെ കെട്ടിടാകാം, അതൊരു ദിവസം തകർന്നു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോ ഒരു സ്വാഭാവിക പ്രക്രിയല്ലേ. തർക്കം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒത്തിരി കൂടി പോയിട്ടുണ്ടാവും തർക്കം. ഇതാണ് ഈ ബോധരൂപീകരണം, ഇതാണ് പ്രധാനപ്പെട്ടത്. ഇതിന് വിശ്വാസ പരിസരത്തെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. ഇന്നത്തെ കേരള അന്തരീക്ഷം നിങ്ങൾ നോക്കും. ആരാധനാലയങ്ങളിലെല്ലാം പഴയ സ്വഭാവം ഉള്ളത്. പണ്ട് പോകുന്നത് ഒന്നെങ്കിൽ ദീപാരാധന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമസ്കരിക്കാനൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ ചിത്രം മാറിപ്പോയി. ചിലർ രാവിലെ പോയാൽ രാത്രി വരുന്നു. പ്രാതലോടെ ഉണ്ടോ, ഉച്ചവർഷം ഉണ്ടോ, പ്രഭാഷണം വൈകിട്ടുണ്ടോ, ആഴ്ചയിലോ മാസത്തിലോ തീർത്ഥാടന യാത്രയുണ്ടോ, അവരെല്ലാം സീരിയൽ ഉണ്ടോ, ടെലിവിഷൻ ഉണ്ടോ, അതിലൂടെ എല്ലാം. അപ്പൊ നോക്കുമ്പോ ഞാൻ ഒരു ദിവസം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊരു ഉച്ച സമയത്തൊരു പള്ളിയിൽ, ഉച്ച സമയത്ത് ആരും ഉണ്ടാവില്ല, കുർബാന രാവിലെ കഴിയും. അപ്പോ അച്ഛനെ കണ്ട ഒന്നുമല്ല, കുറച്ചുപേർ അകത്തുണ്ടോ തോന്നുന്നു. ഞാൻ പള്ളിക്ക് കുറെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വേദവസം വായിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളെങ്ങനെ, ഞാൻ എല്ലാ ദിവസവും വരും. ഒരാൾ വായിക്കും, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ സ്വയം സഹായ സംഘങ്ങൾ, സംരംഭങ്ങൾ, നമ്മൾ കുറേ സംരംഭം കൊടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. സംരംഭങ്ങൾ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇടപെടാൻ തുടങ്ങും. സാമ്പത്തിക ജീവിതം, സാംസ്കാരിക ജീവിതം, നേരത്തെ വിശ്വാസപരമായ തലങ്ങളിൽ നിന്നവർ, അത് ഏത് മതമാകാം. പിന്നെ മതാത്മകത ശക്തിപ്പെടുത്തുന്നു. അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, എല്ലാ മതത്തിലും ഇത് ശക്തിപ്പെടുത്തുന്നു. ഇതെല്ലാം ബോധപൂർവം വർഗീയത നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ നിങ്ങളതിനെ തൊടുമ്പോ വർഗീയതയ്ക്കല്ല എതിര്, വിശ്വാസത്തിനെതിരാണ്. നിങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിമിനെതിരെ, നിങ്ങൾ BJP വിമർശിച്ചാൽ ഹിന്ദുവിനെതിരെ, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിമിനെതിരെ. ഈ ഒരു വ്യാഖ്യാനം വളരെ ശക്തമായി കൊണ്ടുവരുന്നു. ഇതിനെങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഓരോ വളരെ സൂക്ഷ്മമായ പ്രക്രിയയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, BJP 3 സീറ്റ് വിജയിച്ചു, 6 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. BJPക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്ന വോട്ട് അവരുടെ ശരിക്കും വോട്ടല്ല. 3 സീറ്റ് വിജയിച്ചിട്ടും 15 കിട്ടിയ, എന്നിട്ട് മോഡി അധികാരം വന്ന ശേഷം തൊട്ടുപുറകെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടേ ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ. 19% അധികം വോട്ട് ലോകസഭയിൽ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ 3 സീറ്റ് ജയിച്ചിട്ടുണ്ട്. BJP നഗരങ്ങളിലെല്ലാം BJP ശക്തിപ്പെടുന്നു. അത് വിശ്വാസ പരിസരത്ത് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഈ പുതിയ നവലിബറലിസം സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങൾ, അവ സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, അവനവനിലേക്കുള്ള ഒരു ചുരുങ്ങൽ, ഇതിനെല്ലാം വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ വിശ്വാസത്തിന് കഴിയും. വർഗീയത അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. ഇതാണ് പ്രധാനം.